ഹായ്, വെൽക്കം ടു മൈ ചാനൽ മോംസ് ടു മാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 2-ലെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്ററായ എന്താണ് ദ സ്വിങ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും ബുക്ക് എടുത്തോ, നമുക്ക് നോക്കാം. എന്താണ് ദ സ്വിങ് എന്താണ്? എല്ലാവരും ഓണത്തിനൊക്കെ കെട്ടുന്നതല്ലേ? പറയും, സ്വിങ് എന്താണ്? ഊഞ്ഞാൽ. എന്താണ്? ഊഞ്ഞാൽ. നോക്കാം, നോക്കിക്കോ. ചാപ്റ്റർ 2 ദ സ്വിങ്. How do you like to go up in a swing? Up in the air, so blue. Oh, I do think it the pleasantest thing ever a child can do. Up in the air and over the wall, till I can see so wide, rivers and trees and cattle and all, over the countryside. Till I look down on the garden green, down on the roof so brown, up in the air I go flying again, up in the air and down. അപ്പോൾ നോക്കിയോ, ഫസ്റ്റ് സ്റ്റാൻസ നോക്കിക്കോ എല്ലാവരും. ഹൗ ഡു യു ലൈക്ക് ടു ഗോ അപ്പ് ഇൻ എ സ്വിങ്? അതായത് എന്താണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഊഞ്ഞാലിരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? നമ്മളിങ്ങനെ ഉയർന്ന് മേളിലോട്ട് പോയല്ലേ, നമുക്കത് ഇഷ്ടമാണ് ഊഞ്ഞാലാടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. അപ്പ് ഇൻ ദ എയർ സോ ബ്ലൂ, നമ്മൾ മേളിലോട്ട് പോകുമ്പോൾ ആകാശം കാണുന്നില്ലേ? ഓ ഐ ഡു തിങ്ക് ഇറ്റ് ദ പ്ലസൻറ്റസ്റ്റ് തിങ് എവർ എ ചൈൽഡ് ക്യാൻ ഡു. അതായത് എല്ലാ കുട്ടികളും ഇഷ്ടപ്പെടുന്നത് പോലെ, അല്ലെ എല്ലാ കുട്ടികളും ചെയ്യുന്ന പോലെ എന്താണ്, നമ്മൾ ഊഞ്ഞാലിൽ മേലോട്ട് പോയി ആകാശം കാണുകയാണ് അല്ലേ. ഉയർന്ന് പോവുകയാണ്, ഉയർന്നു പോകും പിന്നെ താഴോട്ട് വരും, ഉയർന്നു പോകും താഴോട്ട് വരും. അത് എല്ലാവരും ഈ ഊഞ്ഞാലാടുന്ന സമയത്ത് ചെയ്യുന്നത് പോലെ, എല്ലാ കുട്ടികളും ചെയ്യുന്നത് പോലെ നല്ല രസമാണല്ലേ. നോക്കിക്കോ. അടുത്ത് നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കിയോ. അപ്പ് ഇൻ ദ എയർ ആൻഡ് ഓവർ ദ വാൾ. അപ്പ് ഇൻ ദ എയർ ആൻഡ് ഓവർ ദ വാൾ, അതായത് ഊഞ്ഞാലാടി പൊങ്ങി പോകുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ? മതിലിന്, വാൾ മീൻസ് മതിൽ അല്ലെങ്കിൽ ചുവര്, മതിലിൻ്റെ മേളിലേക്ക് ഇങ്ങനെ പൊങ്ങും. ടിൽ ഐ ക്യാൻ സീ സോ വൈഡ്, എന്താണ്, നല്ല രീതിയിൽ മേളിലോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് എല്ലാം കാണാൻ സാധിക്കും അല്ലേ. മതിലിന് അപ്പുറത്തുള്ള എല്ലാം കാണാൻ സാധിക്കും. റിവേഴ്സ് ആൻഡ് ട്രീസ് ആൻഡ് കാറ്റിൽ ആൻഡ് ഓൾ ഓവർ ദ കൺട്രി സൈഡ്. എന്താണ്, നമ്മളിപ്പോൾ കൺട്രി സൈഡ്, അതായത് ഏതെങ്കിലും ഒരു കുന്നും പുറത്തോ അങ്ങനെ എവിടെയെങ്കിലും നിന്നാണ് നമ്മൾ ഊഞ്ഞാലാടുന്നതെങ്കിൽ നമുക്ക് എന്താണ് താഴെയുള്ള ആ കൺട്രി, അതായത് ആ ഗ്രാമം ഫുള്ളും നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. എന്താണ്, പുഴകളും ട്രീസ്, മരങ്ങളും, അവിടെ പശുവൊക്കെ മേയുന്നുണ്ടെങ്കിൽ അതും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടിൽ ഐ ലുക്ക് ഡൗൺ ഓൺ ദ ഗാർഡൻ ഗ്രീൻ. മേളിലോട്ട് മാത്രം പോയാൽ മതിയോ? അല്ല, താഴോട്ട് വരണ്ടേ. അപ്പോൾ താഴോട്ട് വരുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? പച്ചപ്പ്, പൂന്തോട്ടവും പച്ചപ്പും ഒക്കെ ആണ് താഴോട്ട് വരുമ്പോൾ കാണുന്നത്. ഡൗൺ ഓൺ ദ റൂഫ് സോ ബ്രൗൺ, പിന്നെ എന്ത് കാണും? ഈ വീടുകളുടെ മേൽക്കൂര അല്ലേ. അപ്പ് ഇൻ ദ എയർ ഐ ഗോ ഫ്ലൈ അഗെയിൻ. അപ്പം അപ്പ് ഇൻ ദ എയർ ആൻഡ് ഡൗൺ, എന്താണ്, മേളിലോട്ട് പോവുകയും ചെയ്യും താഴോട്ട് വരികയും ചെയ്യും. ഇതാരാണ് എഴുതിയത്? റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. അപ്പോൾ ചെറിയ പദ്യം തന്നെയാണ്, ചെറിയ പോയമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പഠിക്കുക. നമുക്കൊരിക്കൽ കൂടി ഒന്ന് വായിച്ചു പോവാം. ഓക്കെ, നോക്കിയോ. ഹൗ ഡു യു ലൈക്ക് ടു ഗോ അപ്പ് ഇൻ എ സ്വിങ്? അപ്പ് ഇൻ ദ എയർ സോ ബ്ലൂ. ഓ ഐ ഡു തിങ്ക് ഇറ്റ് ദ പ്ലസൻറ്റസ്റ്റ് thing
ever a child can do. Up in the air and over the wall, till I can see so wide, rivers and trees and cattle and all, over the countryside. Till I look down on the garden green, down on the roof so brown, up in the air I go fly again, up in the air and down. അപ്പോൾ ഊഞ്ഞാലാട്ടത്തിനെ കുറിച്ചുള്ള ഒരു പോയമാണ് അല്ലേ നമ്മൾ പഠിച്ചത്. ആരാണ് എഴുതിയത്? റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ് എഴുതിയത്. അപ്പോൾ ശരി, എന്താണ് എല്ലാവർക്കും ഈ ഞാൻ പഠിപ്പിക്കുന്ന ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ സബ് ചെയ്യുക, സബ് ആൻഡ് ലൈക്ക്. ഓക്കെ, ലൈക്ക് കൂടെ ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് കൂടെ ഇടുക. ഓക്കെ, താങ്ക് യു.